ഭാരതപ്പുഴയുടെ തീരത്തെ പ്രകൃതി രമണീയമായ നാട്ടുവഴികളുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത്. ദേശമംഗലം മന എന്ന പ്രൗഢിയിൽ നിന്നും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത് ഏറെ നാളുകൾക്ക് ശേഷമാണ് എത്തിപ്പെട്ടത്. ഭാരതപ്പുഴ അതിരിട്ടൊഴുകുന്ന ദേശമംഗലം. ഈ നാടിന്റെ ജീവനാഡിയായ ഭാരതപ്പുഴയെ ആശ്രയിച്ചുള്ള കൃഷിയായിരുന്നു പഞ്ചായത്തിന്റെ പ്രധാന വരുമാന മാർഗം. എന്നാൽ പുതിയ കാലഘട്ടത്തിലേക്ക് എത്തിയതോടെ കൃഷി താരതമ്യേന കുറവാണ്. പ്രവാസികളുടെ എണ്ണം വർദ്ധിച്ചതോടെ വിദേശ പണവും ചെറുകിട സംരംഭങ്ങളുമാണ് ഇപ്പോൾ പഞ്ചായത്തിലെ വരുമാന സ്രോതസ്. ദേശമംഗലം പഞ്ചായത്ത് നിലവിൽ LDF ആണ് ഭരിക്കുന്നത്. 15 വാർഡുകളിൽ ഇടതുമുന്നണിക്ക് 8 അംഗങ്ങളുണ്ട്. 7 വാർഡുകൾ UDFും സ്വന്തമാക്കി. ഏറെക്കാലമായി LDF ഭരിച്ചിരുന്ന പഞ്ചായത്ത് 2015-ൽ UDF പിടിച്ചെടുത്തിരുന്നു. എന്നാൽ 2020-ൽ LDF ഭരണം തിരിച്ചുപിടിച്ചു. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും ഏറെ പ്രതീക്ഷയിലാണ്. പഞ്ചായത്ത് നടപ്പിലാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാരിന്റെ വികസന മുന്നേറ്റവും ഭരണ തുടർച്ച നൽകുമെന്ന് ഇടത് കേന്ദ്രങ്ങൾ കണക്കുകൂട്ടുന്നു. വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുക എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്കാവുകയാണ്. അതുപോലെ തന്നെ ദേശമംഗലം പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം ഏറെ അനുഭവപ്പെട്ടിരുന്നൊരു പഞ്ചായത്താണ്. ഇതിനോടകം തന്നെ 6ഓളം വരുന്ന വാർഡുകൾ സമ്പൂർണ്ണ കുടിവെള്ള വാർഡുകളായി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ ഭരണസമിതിയുടെ കാലയളവിൽ തന്നെ ദേശമംഗലത്തെ ഒരു പുതിയ ഹോമിയോ ഹോസ്പിറ്റൽ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഏകദേശം ഒരു 35 ഹെക്ടറിലധികം തരിശു ഭൂമി നമ്മൾ കൃഷിയോഗ്യമാക്കി. പ്രധാനപ്പെട്ട എല്ലാ റോഡുകളുടെയും റിട്ടയറിംഗ് പ്രവർത്തികളും റീകോൺക്രീറ്റിംഗ് പ്രവർത്തികളും പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. എന്നാൽ LDFിന്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ 5 വർഷത്തെ ഭരണം ഇരുണ്ട കാലഘട്ടമെന്ന് സൂചിപ്പിച്ചാണ് UDF രംഗത്തെത്തിയിരിക്കുന്നത്. തെരുവ് വിളക്കുകൾ പോലും വേണ്ട രീതിയിൽ പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കോൺഗ്രസ് പറയുന്നു. ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒരു കുടിവെള്ള പദ്ധതിയും ഇതുവരെ അനുവദിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൃഷി മേഖലയിലാണെങ്കിൽ ഈ കൃഷിക്കാരെ സംരക്ഷിക്കുന്ന പുത്തൻ പദ്ധതികളൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കൃഷിക്കാർക്ക് എന്നും ആക്ഷേപങ്ങളാണ്. നിലവിലെ ചേലക്കര MLA ദേശമംഗലം പഞ്ചായത്തിൽ നിന്നായത് അനുകൂല ഘടകമാക്കാനുള്ള ശ്രമത്തിലാണ് LDF. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ സംവിധാനം തന്നെ വീണ്ടും നമ്മുടെ പഞ്ചായത്തിൽ വന്നാൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ പൂർത്തീകരണങ്ങളിലേക്ക് എത്താൻ വേണ്ടി കഴിയുള്ളൂ. എല്ലാം 90% എത്തി നിൽക്കുകയാണ്. റോഡുകളുടെ സ്ഥിതി, കുടിവെള്ളക്ഷാമം, ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയവ പ്രധാന ചർച്ചാ വിഷയമാണ്. വന്യജീവി ശല്യം കാരണം കൊണ്ട് കൃഷിക്കാർ വളരെ പ്രയാസത്തിലാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവരെ സംരക്ഷിക്കാൻ ഒരു നടപടി പഞ്ചായത്ത് ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. യുവാക്കൾക്കാണെങ്കിൽ പ്രത്യേക പാക്കേജുകളോ പദ്ധതികളോ ഒന്നും യുവാക്കൾക്കില്ല. കുടുംബശ്രീക്കാണെങ്കിൽ വേണ്ടത്ര ഫണ്ട് കൊടുക്കാതെ വനിതകൾക്ക് ആവശ്യമായ തൊഴിൽ കൊടുക്കുന്ന സമീപനത്തിൽ പഞ്ചായത്ത് ഒരു കാര്യങ്ങളും ഇന്ന് വരെ ചെയ്തിട്ടില്ല. സാധാരണ നാട്ടിൻ പ്രദേശമാണെങ്കിലും കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുള്ള പഞ്ചായത്താണ് ദേശമംഗലം. 15 വാർഡുകൾ ഉണ്ടായിരുന്ന പഞ്ചായത്തിൽ വാർഡ് വിഭജനത്തിന് ശേഷം എണ്ണം 16 ഉയർന്നു. LDF UDF മുന്നണികൾ തമ്മിലാണ് പോരാട്ടമെങ്കിലും BJPയും സംഘടനാ സംവിധാനം വളർത്തിയെടുത്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പോടെ നിർണായക ശക്തിയായി മാറുമെന്നാണ് അവരുടെ അവകാശവാദം. ഇടത് വലത് മുന്നണികൾ ബലാബലത്തിൽ ഇലക്ഷനെ നേരിടുന്ന പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ പുതിയ വാർഡ് വിഭജനം കൂടി വന്നതോടെ ആര് ഭരണത്തിലേക്ക് എത്തുമെന്നത് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പഞ്ചായത്തിലെ ജനങ്ങൾ.